ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ അത് ഞാനും അനിയനും കൂടെ ഒരു പട്ടിക്കുട്ടിക്ക് അവൻ്റെ കുട്ടികളെയും കൊണ്ട് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഒരു സൈഡ് അച്ചാമ്മ വരണമെങ്കിൽ ആ സമയത്ത് നമ്മളെ കൊല്ലുമെന്നാണ് തോന്നണത്. അതിന് കിടക്കാനില്ലാത്ത നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും അനിയനും കൂടെ വേണ്ട ഇതിൻ്റെ ഷെയ്ഡെന്തോ ഷെയറിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അത് ജനുവരി മന്ദാരം നമ്മ പറയണം. ഭയങ്കര കാറ്റ് കേട്ടോ, ഭയങ്കര കാറ്റ്. അമ്മയടുത്ത് പറഞ്ഞത് അമ്മ പറഞ്ഞു ജനുവരി മന്ദാരം എന്നൊക്കെ പറയുന്നു. കാരണം ഇവിടെ സെറ്റാക്കി നമ്മൾ ചവിട്ടുമത്തേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടോ പാവാൻ്റെ കുട്ടികളെ കൊണ്ട് കിടക്കാനായിട്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് ആ ഒരു പണി നടക്കുന്ന ആ ഒരു വീട്ടിൻ്റെ അവിടെ ആയിട്ടാണ് ഇപ്പോൾ പട്ടിക്കുട്ടികൾ കിടക്കണത് കേട്ടോ. അതിനവിടെ കിടക്കാൻ സ്ഥലമില്ല, അവരെ വീട്ടുകാരേണ്ട ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഇതിനടുത്ത് ഇവിടെ കൊണ്ട് കിടത്താമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ഞാനും എന്നും കൂടെ സെറ്റാക്കി നിർത്തിയേക്കണം. ഇനി പട്ടിക്കുട്ടികളെ പോയി എടുത്തോണ്ടോ കാണിച്ച്. ഇതാണ് കേട്ടോ പട്ടി. കറക്റ്റേ വാ. വാ തരാന്ന് വാ. വാ എന്താ അതറിയാ എടി വാടി. നമ്മൾ ഇങ്ങനൊരു കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് അമ്മേനെയും കുഞ്ഞുങ്ങളെയും നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എത്തിച്ചതാ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ചാടാതിരിക്കാൻ വേണ്ടി നമ്മളിതാ ഇങ്ങനെ ഒരു വലിയൊരു തടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയും കുഞ്ഞും സേഫ്. കുഞ്ഞുങ്ങളെയൊക്കെ എത്തിച്ചിട്ടാണ്. ഞാനും ഇനി ഇവിടെ കുറച്ച് നേരം ഇപ്പോൾ വിളിക്കാം. ഇവിടെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വെയിലാവോന്നറിയാൻ വയ്യ. ഈ ഒരു ഭിത്തി ഉള്ളതുകൊണ്ട് മിക്കവാറും വെയിലാവാൻ ചാൻസ് കുറവായിരിക്കും. അച്ചാമ്മേരെ വിറവെല്ലാം എന്താ എടുത്ത് ഇവിടെയൊക്കെ ഇട്ട് ഓസൊക്കെ എടുത്ത് വെച്ച സ്ഥലമാണ്. ഇതെല്ലാം എടുത്ത് വാരി മാറ്റി അച്ചാമ്മേരെ നടാനുള്ള സാധനങ്ങൾ മാത്രം ഇപ്പോൾ അവിടെ വെച്ചിട്ട്, എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിപ്പറക്കി ഇട്ടേക്കാണ്. ഇനി അച്ചാമ്മ വരുമ്പോഴത്തേക്ക് എന്തിനു പറയണമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. എന്തായാലും അമ്മതാ ഉറങ്ങി കറുത്തേ. അയ്യോ വാ പോവാം പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ പട്ടീനെയും കുട്ടീനെയും കൂടെയൊക്കെ എടുത്തുകൊണ്ട് കിടത്തിയപ്പോൾ ദാ ഈ പോണ ആള് ഇപ്പം അതിന് അവക്ക് കുട്ടികൾ വേണമെന്നും പറഞ്ഞ് മറ്റേ പട്ടീനെ അവിടെ കിടക്കാൻ സമ്മതിക്കാതെ അതിനെ ഓട്ടിക്കൊക്കെ ഒരു ബഹളം. അപ്പം പറഞ്ഞത് ഇത് അവൾ കറുത്തേനെ അവിടെ നിന്ന് ഇറക്കി മാറ്റിയിട്ട് അവൾക്ക് കൊച്ചുങ്ങളെ വേണമെന്ന് പറഞ്ഞ് അവൾ കയറുന്നു. അങ്ങനെ അതിൻ്റെ കാര്യമാണ് കേട്ടോ നീ ഈ പറഞ്ഞത്. പാവം താണ്ട. അയ്യോ അവസ്ഥ. ഇവിടെ വേറെ അത് ഈ കറുത്ത പട്ടീനെ തള്ളപ്പട്ടീനെ കുഞ്ഞു പട്ടിയാണ് കേട്ടോ. തുമ്പി എന്നാണ് നമ്മൾ വിളിക്കണേ. അവക്കിപ്പം എല്ലാ കുട്ടികളെയും കൂടെ വളർത്താൻ വേണമെന്ന് പറഞ്ഞ് പാവ അതിൻ്റെ തള്ളേനെ അവിടെ നിറക്കിയിട്ട് ഈ തുമ്പി ഏറിയിരിക്കാൻ നോക്കണം. അങ്ങനെ ഞാനും എന്നെ കൂടെ പോയി ഇത് ഓട്ടിച്ചിട്ട് വരണ വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ ടോട്ടൽ ഈ വീട്ടിൽ ടോട്ടൽ 5 പട്ടിയുണ്ട്. ഇപ്പം ഒരു 10-20 എണ്ണം കൂടെ, 10-20 എല്ലാ കുട്ടികളും കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ തള്ളപ്പട്ടി. ഇത് തുമ്പി, അതായത് മറ്റേ കുട്ടികളെ തള്ളയല്ല, കറുത്തതിൻ്റെയൊക്കെ തള്ള. അതും ഇതിൻ്റെയൊക്കെ തള്ളയാണ്. ഇതാ കുഞ്ഞുമാക്രി. അയ്യോ എൻ്റെ പൊന്നി, കടിച്ച് പറിച്ച് കേട്ടാ. കറുത്തത് കടിച്ചത്. തുമ്പി നോക്കട്ടെ നോക്കളെ ഇവിടെ. അയ്യോ തോണ്ട പാവം കൊച്ചിനെ കടിച്ചതിൻ്റെ. എൻ്റെ പൊന്നേ, ഇതെന്തൊരു കാറ്റ് ഇവിടെ. ഈ കാറ്റ് ഇവിടെ മൊത്തം പേടിയാവും.